നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പം ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, ഒരു പത്തിരിയാണ്. അപ്പോൾ പത്തിരി നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് ഗോതമ്പ് പത്തിരിയാണ്. അപ്പോൾ സാധാരണ മിക്കവാറും ആൾക്കാർ ഇപ്പം എന്താ പറയുക, ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലും ഗോതമ്പൊക്കെ ഉപയോഗിക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പത്തിരി അരിപ്പൊടി അല്ലാതെ ഗോതമ്പ് കൊണ്ട് ട്രൈ ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ പത്തിരിക്ക് എടുക്കുന്ന അതേ ഒരു ടൈം തന്നെയാണ് എടുക്കുക. നല്ല സ്വാദുമാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പത്തിരി ഉണ്ടാക്കുമ്പോൾ ഇല്ല ഇങ്ങനെ കുമിളയായിട്ട് ഇങ്ങനെ വീർത്ത് വരുന്ന അതുപോലെയൊക്കെ തന്നെ വരികയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. നമുക്ക് എന്ത് കറി കൂട്ടിയിട്ട് വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടുവരാം. ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിപ്പം ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി നമ്മൾക്ക് പാക്കറ്റിൽ വാങ്ങാൻ പറ്റുമല്ലോ, അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് തന്നെ വെള്ളമാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണം. പിന്നെ കുറച്ചൊരു ഓയിൽ വേണം. ഒരു നല്ല മയം കിട്ടാൻ വേണ്ടി ഒരു ടീസ്പൂണോളം ഓയിലും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഗോതമ്പ് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടി ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട്, ഇപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമ്മൾ ഇതിലോട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്തു. ഇനി ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതായത് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ ആ വെള്ളത്തിൽ കിളഞ്ഞ് തിളച്ച് വെള്ളമൊക്കെ വറ്റി വന്ന് അങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കുക. അപ്പോൾ അതുപോലെയാണ് ഇതും ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്തായാലും വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം ഞാനിപ്പം എടുത്തിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് എന്നുള്ള രീതിയിലാണ്. അപ്പം എനിക്ക് കൃത്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാറ്റി വെക്കുക. തിളച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ട് ചെയ്ത് എടുക്കുമ്പോൾ വെള്ളം കുറവാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ തിളച്ച വെള്ളം ഒന്ന് ചേർത്തിട്ട് കുഴച്ച് കൊടുത്താൽ മതി. അപ്പം ഇതിങ്ങനെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഓയിൽ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്. ഞാൻ സിമ്മിലോട്ട് വെക്കുകയാണ്. സിമ്മിലോട്ട് വെച്ചതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇപ്പൊക്കെ ഇത് സിമ്മിലാണ് ഉള്ളത്. ഇപ്പൊ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ചൂടൊന്ന് വിട്ടതിന് ശേഷം നന്നായിട്ട് കുഴച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് വിട്ടാൽ മതി. നമുക്ക് അത് കുഴയ്ക്കാനുള്ള ഒരു പാകത്തിലൊരു ചൂടാവുന്ന സമയത്ത് നമുക്കത് കുഴച്ചെടുക്കാം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. ഇത് ഏതാണ്ട് ചൂട് വിട്ടിട്ടുണ്ട് വെച്ചാൽ ഒന്ന് തൊടണ്ട പാകത്തിലായിട്ടുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് ഇപ്പോൾ അഥവാ എന്താ പറയുക, വെള്ളം കുറവാണ് അല്ലെങ്കിൽ ചൂട് കൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ട് കുറച്ച് വെള്ളം, അതായത് തണുത്ത വെള്ളം അടുത്ത് വെക്കുക. എന്നിട്ട് അതിലൊന്ന് കൈ ഒന്ന് മുക്കിയിട്ട് പിന്നെ കുഴച്ചെടുത്താലും മതി. അപ്പം നന്നായിട്ട് കുഴയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പരത്തി എടുക്കാൻ പോവാണ്. നമ്മൾ സാധാരണ പത്തിരി അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി തന്നെ കുഴക്കുമല്ലോ, ചപ്പാത്തി തന്നെ നമ്മൾ നന്നായി പരത്തിയെടുക്കുമല്ലോ, അതുപോലെ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പം പ്രഷറൊന്നുമല്ല യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തി പ്രഷർ ഉണ്ടല്ലോ, പ്രഷറിൽ വെച്ചിട്ട് അമർത്തി അങ്ങനെയും ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് പരത്തിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് പൊടി കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. പൊടി തൂവിയാണ് പരത്തിയെടുക്കുന്നത്. നമ്മുടെ മാവുണ്ട്. അപ്പം നമ്മുടെ മാവ് ഈക്വൽ പാർട്ടായിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്നത് പോലെ ഈക്വൽ ആയിട്ട് നമുക്ക് ആദ്യം ഒന്ന് മുറിച്ച് മാറ്റി വെക്കാം, ഉരുട്ടി വെക്കാം. എന്നിട്ട് അതൊന്ന് ഓരോന്നെടുത്ത് ഇങ്ങനെ ഉരുട്ടിയിട്ട് നമ്മൾ പരത്താൻ പോവാണ്. ഒന്നിങ്ങനെ കോട്ട് ചെയ്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തുന്ന അതുപോലെ തന്നെ. അപ്പം ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകം ഇപ്പം ഷേപ്പൊന്നും അല്ലെങ്കിൽ പ്രശ്നമില്ല. ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇങ്ങനെ എല്ലാം ഒരേ ഷേപ്പിൽ അങ്ങ് കിട്ടിക്കോളും. എന്നിട്ട് ബാക്കിയുള്ള ഇത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമുക്ക് അടുത്തതിന് വേണ്ടി ഇനി വേറെ ഒരു ഉരുളയാക്കിയിട്ട് ഒരുമിച്ചാക്കിയിട്ട് എടുക്കാം. ഇത് നമുക്ക് മാറ്റി വെച്ച് ബാക്കി കൂടി പരത്തി എടുക്കാം. അപ്പോൾ നമ്മളിവിടെ പത്തിരിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് 8 പത്തിരിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളിത് ചുട്ടെടുക്കാൻ പോവാണ്. ദോശക്കല്ല് നന്നായിട്ട് ചൂടാവണം. അല്ല പാനാണെങ്കിൽ പാനിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഈ ഒരു പത്തിരി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നിൽക്കുന്നത്. നല്ല ചൂടോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. ഒരു 3 സെക്കൻഡ് ഒക്കെ കഴിയുമ്പോൾ നമ്മളിനി തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നമുക്കിങ്ങനെ കാണാൻ പറ്റും മേലെയൊക്കെ കുറച്ചൊന്ന് ഡ്രൈ ആയി തുടങ്ങും. ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തു. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ഇനിയുള്ളതൊക്കെ ഒരു സിമ്മിലാണ്, അതായത് അധികം ചൂടില്ലാതെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഒന്നും കൂടി ഇത് തിരിച്ചിടുകയാണ്. തിരിച്ചിട്ടതിന് ശേഷം ജസ്റ്റ് ഇതൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഇങ്ങനെ പൊന്തി വരും. കണ്ടില്ലേ, നന്നായിട്ട് പൊന്തി വരും. എന്നിട്ട് ഇതുപോലെ ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ പത്തിരി റെഡി ആയിട്ടുണ്ട്. അത് വേറെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയാൽ മതി. ഇതിപ്പോൾ ഏതാണ്ട് ആയിട്ടുണ്ടാവും. നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. അങ്ങനെ ഗോതമ്പ് പത്തിരി ഇവിടെ റെഡി ആയിട്ട് നിങ്ങൾ കണ്ടല്ലോ, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അത്രയും തന്നെ സോഫ്റ്റുമാണ്. അപ്പം എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻസ് ആയിട്ട് അറിയിക്കുക. അതുപോലെ ഇതുവരെ രുചികരം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ ഇങ്ങനെ പുതിയ വീഡിയോസ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഫോണിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.